ഈ ഓണം എക്സാം ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. സംശയമൊന്നുമില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് കാര്യം, മക്കളെ, നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ എന്താണെന്ന് മനസ്സിലാവില്ല. 10ാം ക്ലാസ്സിലുള്ള ലെവലായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. 10ാം ക്ലാസ്സിൽ ഞാൻ അത് പഠിച്ചു, ഞാൻ ചോദിച്ചു A+ വാങ്ങിച്ചു. അല്ല, +1 +2 വേറെ തന്നെ ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ആ +1 +2 ഗെയിമിൽ നിങ്ങളുടെ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അത് പഠിക്കണം സീരിയസ് ആയിട്ട്. നിങ്ങളെ പറ്റുന്ന മാക്സിമം നിങ്ങൾ പബ്ലിക് എക്സാമിന് എങ്ങനെയാണോ പഠിക്കുക ആ ലെവലിൽ പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങളുടെ ലെവലിൽ എന്താണ്. ഇവിടെ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ പല കുട്ടികളും ഇങ്ങനെ പഠിക്കുന്നില്ല, എന്നിട്ട് മാർക്ക് എന്തായാലും കുറവായിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ്, ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ A+ വാങ്ങിച്ചാലേ ഞാൻ അവസാനം പഠിച്ച്. ചില പേരൻസും അങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവർ പറയും അവൻ പഠിച്ചാൽ മാർക്ക് വെച്ചു. ഇല്ല, അത് 10ാം ക്ലാസ് വരെ അത് കോമഡി ആയിരുന്നു, കമ്പാരിറ്റീവ്ലി കോമഡി ആയിരുന്നു. സത്യം പറയാം, കോമഡി ആയിരുന്നു. ഓക്കെ, ഫിസിക്സിൽ 7 ചാപ്റ്റർ, ഇവിടെ 14 ചാപ്റ്റർ, ഒരു ചാപ്റ്റർ 3 ഇരട്ടി കണ്ടന്റ് പഠിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, അത് വെച്ചിട്ടുള്ള എക്സാം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ അതായത് കമ്പയർ ചെയ്തു. അപ്പൊ അങ്ങനെ പഠിച്ചാൽ കിട്ടിക്കോളും? ഇല്ല, ആ ലെവൽ മനസ്സിലാക്കുക. അപ്പൊ തന്നെ ആ ലെവൽ മനസ്സിലാക്കുന്ന ശേഷം പഠിച്ച് നോക്കണം. പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ലെവൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റ് കാര്യം. അപ്പൊ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ബേസിക്കലി ആ ലെവലിനനുസരിച്ച് വേണം ഇനിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ ജസ്റ്റ് പാസ്സാവാൻ പറ്റുന്നുള്ളെങ്കിൽ ഇറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക് മോർ എഫേർട്ട്. ആ സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഓണം എക്സാം. രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ്. മക്കളെ, ഓണം എക്സാമിൽ തന്നെ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു മാർക്ക്, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ 90% A+ ഒന്നും വേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 70% മുകളിലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ 70% ഞാൻ വാങ്ങുകയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പഠിച്ച് എൻ്റെ ലെവൽ ഒന്ന് ഉയർത്തി കൊണ്ടുവന്നാൽ എനിക്കൊരു 80% 90% പോസിബിൾ ആണെന്നുള്ള കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് നിങ്ങളെ ആക്ച്വലി കൂടുതൽ പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പുഷ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യും ഓബ്വിയസ്ലി, കാരണം ഇറ്റ് ഈസ് പോസിബിൾ. മറ്റെന്താ പ്രശ്നം, നിങ്ങൾ പഠിക്കാതെ പോയി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന നമ്മൾ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇങ്ങനെ അല്ലല്ല, അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വിചാരിക്കുന്ന എളുപ്പമല്ല. മാത്രമല്ല അത് നേരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സംശയവും നിങ്ങളെ കൊണ്ട് പറ്റുമോ, നടക്കുമോ. മാത്രമല്ല പിന്നെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ഡിസംബറിലാണ്, കുറേ സമയമാണ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ലെവൽ എന്താണെന്നും നിങ്ങൾക്ക് കറക്റ്റ് ആണോ, നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണോ പോകുന്നത് മനസ്സിലാവണം. അപ്പോൾ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെന്റാലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് എന്ത് വേണം, നന്നായി എഫേർട്ട് ഇടുക. നന്നായി എഫേർട്ട് ഇടുക, ഓട്ടോമാറ്റിക്കലി എന്താണ് മാർക്ക് അത്യാവശ്യം കിട്ടും. അപ്പോൾ കോൺഫിഡൻസ് കിട്ടും, കൂടുതൽ പഠിക്കാനും തോന്നും, കൂടുതൽ. അതായത് ലൂപ്പാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഓണം എക്സാം ഇത്ര നമ്മൾ പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നു, അതേപോലെ ഒരു പരീക്ഷയല്ലേ പബ്ലിക് എക്സാം. അല്ല. എന്താ സാർ അല്ലാത്തത്? ഓണം എക്സാമിന് നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിക്കുന്നുണ്ട്? ഒരു സബ്ജക്റ്റിന് മാക്സിമം പോയാൽ 4 ചാപ്റ്റർ, മാക്സിമം 5 ചാപ്റ്റർ മാത്സ് ഒക്കെ ആണെങ്കിൽ. അത് മാത്രം നിങ്ങൾ പഠിച്ചാലും മതി, അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാലും മതി. വിച്ച് ഇസ് നോട്ട് എ വെരി ബിഗ് ഡീൽ. ഓക്കെ, ഇപ്പോൾ ഭയങ്കര കമ്പയർ തോന്നും, പക്ഷേ ആക്ച്വലി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോ പബ്ലിക് എക്സാം ആയിട്ട്. നിങ്ങൾ ഫിസിക്സിനും മാത്സിനും 14-15 ചാപ്റ്റർ പഠിക്കണം, അത് ഫുള്ള് ഓർത്തിരിക്കണം, അതിലെല്ലാ ടൈപ്പ് ചോദ്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യണം. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗെയിമാണ്. അപ്പൊ അതിന് മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അറ്റ്ലീസ്റ്റ് ഈ ഓണത്തിന്റെ എങ്ങനെ സെറ്റാക്കി വെക്കുക. അങ്ങനെയാണ് പബ്ലിക്കിന് പഠിക്കുമ്പോൾ ഇത്രയും സാധനം നിങ്ങൾ ഓൾറെഡി സെറ്റാണ്. ക്രിസ്മസിനും കൂടി വൃത്തിക്ക് പഠിച്ച ഇത്രയും സാധനങ്ങൾ ഓൾറെഡി സെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് പബ്ലിക്കിന് വേണ്ടി ചെയ്യാൻ ബാക്കിയുള്ള സാധനവും അത് സെറ്റാക്കുകയും ഓവറോൾ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇൻഫാക്ട് അതിനുള്ള സമയം അവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഭയങ്കര എന്താ സമയം കിടപ്പുണ്ടെന്നുള്ള കാര്യം. ക്രിസ്മസ് ഡിസംബറിന് കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നെ ജാനുവരിയിൽ കുറച്ച് സിലബസ് തീർക്കാനുണ്ടാവും, ഫെബ്രുവരിയിൽ ഒന്ന് റിവൈസ് ചെയ്യാനും ഈ പണിയൊക്കെ ചെയ്യാനും, മാർച്ചിൽ പരീക്ഷയായി. അപ്പം അന്നെന്തോ സമയം ബാക്കി കിടപ്പൊന്നുമില്ല. റിയാലിറ്റി മനസ്സിലാവുന്നില്ലേ? അപ്പം അറ്റ്ലീസ്റ്റ് ഇത് ഇപ്പെങ്കിലും ഇത് ഇത്രയെങ്കിലും ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സർവീസ്. അന്ന് എല്ലാം കൂടെ 10ാം ക്ലാസ് അല്ല, അതാണ് സത്യം. അതുകൊണ്ടാണ് 10ാം ക്ലാസ് ആണ് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര ബുദ്ധികളാണ് ചെയ്യാൻ പറ്റില്ല. 100% എഴുതിത്തരാം. എത്ര ബുദ്ധികളാണ് ചെയ്യാൻ പറ്റില്ല. അത് +1 ടഫായതുകൊണ്ടല്ല, ഇത്രയും ഉള്ളത് കൊണ്ടാണ് പഠിക്കാൻ. നാലാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ പഠിക്കാനും അത് പ്രത്യേകിച്ച് പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ ഡെയിലി നിങ്ങൾ 6, 7, 8 മണിക്കൂറൊക്കെ മിനിമം പഠിക്കണം. അത് നിങ്ങളൊരു ഹാബിറ്റായിട്ട്
ഉണ്ടാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്, അഡാപ്റ്റ് ചെയ്ത് എടുക്കേണ്ട സംഗതിയാണ്. 10ാം ക്ലാസ് വരെ മേ ബി അതിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ആ ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവില്ല. ആ കഴിവ് അല്ല ആ ഒരു ക്വാളിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം, അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. ആ സമയം ഇതാണ് അതിന്റെ സമയം, ആ ക്വാളിറ്റി ഉണ്ടാക്കേണ്ടത്, മനസ്സിലേ? അല്ലാണ്ട് പബ്ലിക് എക്സാം അനൗൺസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് 10 മണിക്കൂർ അതൊക്കെ ചിലവരൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അത് എല്ലാവർക്കും പോസിബിൾ അല്ല. ആ പെട്ടെന്ന് അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടും നമ്മുടെ ഓരോ പരിപാടിയും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നമുക്ക് ഹാബിറ്റ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഹാബിറ്റ്സിനെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങോട്ട് നിർത്തിയിട്ട് പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി മെല്ലെങ്കിലും ഡെയിലി 6 മണിക്കൂർ 7 മണിക്കൂർ ഒന്നും ഇല്ലെങ്കിലും മെല്ലെ ഒരു 2 മണിക്കൂർ എങ്കിലും ഡെയിലി പഠിച്ചു തുടങ്ങുന്ന ഹാബിറ്റ് ഇപ്പം ഉണ്ടാക്കിയാൽ അന്നത് 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറാണ് എനിക്ക് എളുപ്പമായിരിക്കും. അതല്ലാതെ ഇപ്പം ഒന്നും പഠിക്കാതെ അവസാനം ഞാൻ ഭയങ്കര എന്തോ തകർക്കും എന്നാണ് നിങ്ങൾ പ്ലാനെങ്കിൽ ആ പ്ലാൻ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നല്ല കാര്യം, പക്ഷേ നിങ്ങളെ ഞാൻ എൻ്റെ രീതിയിൽ അനുഗ്രഹിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ക്വാളിറ്റി ഉണ്ടാക്കാനുള്ള ടൈമാണിത്. ആ ടൈമും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓണം എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. കാരണം ഇതിൽ കൂടുതൽ കാരണങ്ങൾ എനിക്ക് തരാനില്ല. ഞാൻ +1 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ കാരണങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ കിളി പോകും. ഞാൻ അന്ന് തന്നെ പഠിക്കാൻ തുടങ്ങും, അതിലൊരു സംശയമില്ല. നിങ്ങളും അങ്ങനെയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ അതേ സാർ ഞാൻ പഠിക്കുന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ എങ്ങനെയൊക്കെ അറിയിക്കുക, എന്നിട്ട് പഠിച്ച് തുടങ്ങുക. കൂടുതലൊന്നും പറയുന്നില്ല, ഇത് പഠിച്ച് തുടങ്ങാൻ റെഡിയാണ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തരാൻ നമ്മൾ റെഡിയാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് ബാച്ചിലൂടെ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് വീക്ക് നമ്മൾ മാരത്തോൺ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിൻ്റെ ഫീസും കുറച്ചിട്ടുണ്ട്. യൂട്യൂബിലൂടെ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കിയുള്ള മറ്റ് വീഡിയോസിൽ പറയാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.